Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4ന്റെ എപ്പിസോഡ് 7 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് ആയുള്ള 166, 167 ആണ്. ഐ എം റിയലി സോറി. എനിക്കറിയാം ഞാൻ നന്നായിട്ട് ലാഗ് അടിപ്പിച്ചാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാര്യം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ മറ്റൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ കടന്നുപോയി, കുറച്ചധികം വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ സാധിച്ചില്ല. സോ എല്ലാത്തിനും ഒരു ബിഗ് സോറി ഞാൻ പറയട്ടെ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. സോളോ ലെവലിംഗ് സീസൺ 4 എൻഡ് ആകാനായിട്ട് വെറും 11 ചാപ്റ്റേഴ്സിൻ്റെ കൂടെ എക്സ്പ്ലനേഷൻ മതി. അത് കഴിഞ്ഞാലുള്ളത് സൈഡ് സ്റ്റോറീസ് ആണ്. സൈഡ് സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മുടെ ജിന്നുവിൻ്റെ അച്ഛൻ്റെ കഥ, ഇഗ്രിസിൻ്റെ കഥ, അങ്ങനെ മേജറായുള്ള പല പല കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നന്നായിട്ട് ആവശ്യമുണ്ട്. പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ വീഡിയോയുടെ അവസാനം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയുള്ള നമ്മുടെ ചാനലിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ അത് എന്തായാലും കേട്ടിരിക്കണം. സോ വീഡിയോ അവസാനം വരെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബറുള്ള ഒരാളാണ് അത് നമുക്ക് ചൂണ്ടിക്കാട്ടി തന്നത്. എന്തായാലും ബിഗ് താങ്ക്സ് ബ്രോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. സംഭവം വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ആഷ്ബോൺ ആണ് ആബ്സൊല്യൂട്ട് ബീയിങ്ങിനെതിരെയുള്ള റെബല്യൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു. ബാക്കിയുള്ള ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ്സ് ഉണ്ടല്ലോ, അവർ യുദ്ധം ചെയ്ത് അവർക്ക് അടുത്തിട്ടാണ് ഒരു റെബല്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരാണ് ഈ റെബല്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആഷ്ബോൺ ആട്ടെ ആബ്സൊല്യൂട്ട് ബീയിങ്ങിന്റെ ഒരു വിശ്വസ്തനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് നമ്മുടെ ആഷ്ബോണിനെ കൊന്നിട്ട് നേരെ പോയി ആബ്സൊല്യൂട്ട് ബീയിങ്ങിനെ കൊല്ലുന്നത്. ചാപ്റ്റർ തുടങ്ങാൻ നിർത്ത് 2 പല്ലുകളുണ്ട്, അത് നേരെ ജിന്നു താഴത്തേക്ക് ഇടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോണാർക്ക് ഓഫ് ദി ഫാങ്സ് മരിച്ചിരിക്കുന്നു. ഇവൻ എന്താണ് ഈ പറയുന്നത്? ഇവനിവിടുന്ന് പോയിട്ട് തന്നെ നിമിഷങ്ങൾ മാത്രമേ ആയുള്ളൂ, അതിനിടയ്ക്ക് ഒരു മോണാർക്കിനെ ഡിഫീറ്റ് ചെയ്തെന്നാണോ? മോണാർക്ക് ഓഫ് ദി ഫാങ്സ്, മോണാർക്ക് ഓഫ് ദി പ്ലേഗ്സ്, പിന്നെ നീയും. നിങ്ങളുടെ 3 പേരുടെ മരണം ബാക്കിയുള്ളവർക്ക് ഒരു വാർണിംഗ് ആയിരിക്കും. ഇത് കേട്ടത് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. എന്നാൽ പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡാഗർ വന്ന് കുത്തി, പുള്ളിക്കാരൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഡാഗർ വന്ന് കുത്തി. ആ ഒരു ചാൻസ് പുള്ളിക്കാരൻ തൻ്റെ വാ കൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തന്നെ ജിന്നു അവിടേക്ക് വന്ന് അവൻ്റെ വാ കയറി പിടിച്ച് തന്നെ ഡാഗർ കൊണ്ട് അവൻ്റെ ശരീരം അങ്ങോട്ട് വെട്ടുമുറിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോണാർക്ക് ഓഫ് ദി ഫാങ്സ് എൻ്റെ 4ാമത്തെ സ്ട്രൈക്കിലാണ് മരിച്ചത്. എനിക്കറിയില്ല നീ എത്ര എണ്ണം താങ്ങുമെന്ന്. എന്നാൽ അത് ഒരെണ്ണം പോലും താങ്ങാനുള്ള ശക്തി പുള്ളിക്കാരൻ്റെ ശരീരത്തിലായിരുന്നു. പതുക്കെ പുള്ളിക്കാരൻ്റെ ശരീരം പൊട്ടിത്തെറിച്ച് തൻ്റെ ഹ്യൂമനോട് ഫോമിലേക്ക് വന്ന് ആ ഒരു ഫോമും അവസാനം ക്രംബിൾ ചെയ്ത് നശിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബെറു അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജിന്നു ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരനെ പ്രൊട്ടക്ട് ചെയ്ത ആളെന്തേന്ന്. പക്ഷേ ബെറു പറയും ചെയ്യും, മൈക്കി അവൻ വാനിഷ് ആയിപ്പോയി, അവൻ തിന്നേറിലായിട്ടാണ് വാനിഷ് ആയി പോയത്. അപ്പോഴാണ് ജിന്നു താഴെ കിടന്ന ഒരു ഡാഗർ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു സമയത്ത് ജിന്നുവിൻ്റെ അച്ഛനായിട്ട് ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, സോ ദൈവത്തിൻ്റെ ശക്തി യൂസ് ചെയ്തതിനുള്ള ഒരു കോൺസിക്വൻസ് ആയിരിക്കും ഇത്. എൻ്റെ ബോഡിക്ക് ഇത് മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ കൊണ്ടെല്ലാം അവസാനിച്ചല്ലോ. പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ്റെ കാൽച്ചോട്ടിലേക്ക് ആ ഒരു ഡാഗർ തെറിച്ച് വീഴുന്നത്. ജിന്നു പതുക്കെ നടന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്താണ്, ഒരു വാക്കുപോലും പറയാതെ വീണ്ടും ഇവിടുന്ന് പോകാൻ നോക്കുവാണോ അച്ഛാ? അങ്ങനെ ജിന്നു പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൽ വന്നിപ്പോണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഗേറ്റ്സ് എന്ന് പറയുന്നത് എനോർമസ് ആയിട്ടുള്ള കുറേയധികം ഹോൾസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ മാജിക്കൽ ബീസ്റ്റൊക്കെ പുറത്തേക്ക് വരുന്നത്. ഒരാൾ അതിൻ്റെ അകത്തുള്ള ഡഞ്ചൻ ബോസിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായ ഒരു സമയത്തിനിടയിൽ തന്നെ പുറത്തേക്ക് വന്നിരിക്കണം. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ഡയമെൻഷൻ റിഫ്റ്റിൽ പെട്ടുപോകുമായിരുന്നു. അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ മരണം തൊട്ട് ഫ്രണ്ടിൽ നിന്ന നിമിഷത്തിലാണ് റൂളേഴ്സ് എന്നെ തേടി അവിടേക്ക് വന്നത്. അവരെനിക്കൊരു റിക്വസ്റ്റും വെച്ചു, വരാൻ പോകുന്ന എല്ലാ മോണാക്സിനെയും ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, അത് എന്ത് വില കൊടുത്തായാലും സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ആ മോണാക്സിൻ്റെ കൂട്ടത്തിൽ ജനിക്കാനിരിക്കുന്ന ഷാഡോ മോണാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ മരിക്കാൻ പോകുന്ന എനിക്ക് ഒരു എസ്കേപ്പ് എന്ന നിലയിലാണ് ആ ഒരു ചാൻസ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞാനതിന് എഗ്രി ചെയ്തു. റൂളേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഞാൻ എർത്തിലേക്ക് തിരിച്ചു വന്നു എൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഞാൻ ഇവിടേക്ക് വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്, എനിക്കൊരിക്കലും ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു ബോഡിയുടെ അകത്ത് ഒരു വലിയൊരു ഡിസാസ്റ്റർ, അതായത് ഈ മനുഷ്യരാശിനെ തന്നെ തുടച്ചു മാറ്റാൻ പറ്റുന്നത്ര പവേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ദൂരത്ത് നിന്ന് എനിക്ക് നോക്കിക്കൊണ്ട് നിൽക്കാനേ സാധിച്ചുള്ളൂ. ഈ ഒരു സമയത്ത് തന്നെ ഷാഡോ മൊണാർക്കിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച റൂളേഴ്സ് തന്നെ അവരുടെ മനസ്സ് മാറ്റി ഷാഡോ മൊണാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു. റൂളേഴ്സിന് ബാക്കിയുള്ള മൊണാർക്സിനെ ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു ഷാഡോ മൊണാർക്കിൻ്റെ പൂർണ്ണ പവറും അവർക്ക് ആവശ്യമുണ്ടെന്ന്. അതുമാത്രമല്ല ഹെവൻലി സോൾജേഴ്സ് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഡ്രാഗൺ കിങ്ങിൻ്റെ ആർമി ഓഫ് ഡിസ്ട്രക്ഷൻ ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരാൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഗ്യാമ്പിൾ തന്നെയായിരുന്നു. അതായത് ഈ ഷാഡോ മൊണാർക്ക് മനുഷ്യരുടെ കൂടെ നിൽക്കുമോ മോണാക്സിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളൊരു വലിയൊരു ഗ്യാമ്പിൾ. പക്ഷേ എനിക്കറിയായിരുന്നു അതിനുള്ള ഉത്തരം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിച്ചത്. എൻ്റെ ഇത്രയും ദാരുണമായൊരവസ്ഥ നീ കാണല്ലേ, എനിക്ക് വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ജിന്നു, നീ എന്നെ ഹേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, നന്നായിട്ട് തന്നെയുണ്ട്. എന്നോട് ക്ഷമിക്കടാ.
സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും താങ്കളോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ഒരു ഹണ്ടറായി മാറിയപ്പോൾ ഞാൻ മരണത്തിൻ്റെ തൊട്ട് വക്കത്ത് നിൽക്കാൻ നേരത്ത് ഞാൻ എപ്പോഴും താങ്കളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. പക്ഷേ അമ്മേനും ജിന്നേനും ഓർക്കാൻ നേരത്ത് എനിക്കൊരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കാനും സാധിച്ചില്ല. ഞാൻ തിരിച്ച് അവരുടെ അടുത്തേക്ക് പോകാൻ മാക്സിമം ട്രൈ ചെയ്തു. സത്യമാണ്, ഞാൻ താങ്കളെ വെറുക്കുന്നുണ്ട്. പക്ഷേ അതിന് കാരണം ഞാൻ അത്രത്തോളം താങ്കളെ മിസ് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ കാര്യം എങ്ങനെയായിരുന്നു? ഇത് കേൾക്കാൻ നേരത്ത് പുള്ളിക്കാരൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ജിന്നി ചോദിക്കുന്നുണ്ട്, എന്നെ മിസ് ചെയ്തിട്ടുണ്ടോ? അല്ല, എന്നെന്നല്ല, ഞങ്ങൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു സമയത്ത് പുള്ളിക്കാരൻ്റെ കണ്ണുകൾ ചെറുതായിട്ട് നനയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ട്, നന്നായിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരുന്ന ഓരോ നിമിഷവും ഞാൻ നിങ്ങളെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇരുന്നത്. നിങ്ങൾക്ക് ആർക്കും എന്നെ കാണാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ദൂരെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് മതിയായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. നടന്ന് ജിനുവിൻ്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ നല്ലൊരു മനുഷ്യനായി തന്നെ മാറിയല്ലേ. ഈ ഒരു സമയത്ത് അവൻ്റെ അച്ഛൻ്റെ ശരീരം പതുക്കെ പൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ജിനുവായിട്ട് നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, ആരാ റൂളേഴ്സാണോ ഈ കാസ്റ്റ് ചെയ്തത്? ഒരിക്കലുമല്ല. അവരെനിക്കൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് തന്നത്. ഞാനാണ് ആ ഒരു ചോയ്സ് എടുത്തത്. ഞാൻ ചൂസ് ചെയ്തത് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കണമെന്നുണ്ട്. എനിക്കും അത് തന്നെയാണ്. എനിക്കും കുറച്ചുകൂടെ അധികം നേരം നീയോട്ട് സംസാരിക്കണമെന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്നോട് ക്ഷമിക്കൂ, എനിക്കത് പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. എന്നോട് ക്ഷമിക്കൂ ജിനു, എനിക്കൊരിക്കലും നിനക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു അച്ഛനാകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പതുക്കെ ജിനുവിൻ്റെ കയ്യിലിരുന്ന് തന്നെ പൊടിഞ്ഞ് ഇല്ലാണ്ടായി. ദേഷ്യം വന്ന ജിനു എന്നിട്ട് അവിടെ കിടന്നൊരു കാർ അങ്ങോട്ട് കാറും. ഈ ഒരു സമയത്ത് ജിനുവിൻ്റെ അമ്മേനെയും കാണിക്കുന്നുണ്ട്. ജിന, നമുക്ക് ഇവിടുന്ന് പോകാം. എന്തൊരു റീസൺ കൊണ്ട് തന്നെ എനിക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരി കരയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിനു ദേഷ്യം കൊണ്ട് കാറുന്നുണ്ട്. മൊണാക്സ്, നീയൊക്കെ കേട്ടോ, ഈ ഒരു കാര്യത്തിന് നീയൊക്കെ എല്ലാം ഉത്തരം പറയേണ്ടി വരും. അത് എന്തൊക്കെ സംഭവിച്ചായിട്ടില്ല നീയൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഷാഡോ മൊണാക്കിന്റെ വരവ് ഈ ലോകം തന്നെ പിടിച്ച് കുലുക്കുകയുണ്ടായി. അത് പുതിയൊരു യുദ്ധത്തിന്റെ മാർക്കായിരുന്നു. അത് മാത്രമല്ല, തോമസ് ആൻഡ്രോയിന്റെ ലൈഫിന് ഇപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. ലോക്കൽസിനെ ഹോസ്പിറ്റലിലേക്ക് മാറുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ജിന്നു അങ്ങനെ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തൻ്റെ അമ്മേനെ പുള്ളിക്കാരൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അങ്ങനെ അവസാനം അതെല്ലാം കഴിഞ്ഞില്ലേ, ആ ഒരു ബീസ്റ്റ്, ആ ഒരു പെണ്ണ്, അത് മാത്രമല്ല ആ ഒരു ഐ സെൽഫ്, എനിക്ക് തോന്നുന്നു അവനായിരിക്കും, ആ ഒരു ഐ സെൽഫായിരിക്കണം ചെയർമാനെ. ജിനുവോ റിയലി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഒന്നും ചെയ്യാതെ ജിനുവിന് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. ബീസ്റ്റ് കാരണം നശിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ വീണ്ടും കെട്ടി ഉയർത്താൻ തുടങ്ങി. പക്ഷെ അതിലും വലിയ തലവേദന എന്ന് വെച്ചാൽ അവരുടെ തലക്ക് മുകളിലുണ്ടായിരുന്ന ആ ഒരു ഗേറ്റാണ്. അത് ഏതാനും ദിവസങ്ങളിലുള്ളിൽ തന്നെ തുറക്കുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്ന 100 കണക്കിന് ഹണ്ടേഴ്സാണ്. ഇവരെല്ലാവരും ആ ഒരു ഗേറ്റിന്റെ താഴെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗേറ്റ് കുറച്ചധികം വലുതാണല്ലേ? അതെ, ഞാൻ വിചാരിച്ചതിലും വലുത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള എല്ലാ ഹണ്ടേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലെന്നാണ്. അങ്ങനെ തോമസിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരും ഈ ഒരു ഫൈന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. എല്ലാ ഹണ്ടേഴ്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ ഉണ്ടായിരുന്നു. ജിനുവും തന്നെ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ജിനുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ചായ ആയിരുന്നു. പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ജിനു, താങ്കൾ നെർവസ് ആണോ? അല്ല, എന്ത് പറ്റി? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് താങ്കൾ ഇത്ര നെർവസ് ആയിട്ട് കാണുന്നത്. അപ്പം തന്നെ ആ ഒരു ഗേറ്റ് പൊട്ടുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും എന്താണ് അതിൻ്റെ അകത്തുനിന്ന് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ ആകാംക്ഷയുടെ ഒരു ബാറ്റിലിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുവാണ്. കാര്യം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ആ ഗേറ്റിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നത് ഒരാളല്ലായിരുന്നു, പകരം ഒരു ആർമിയായിരുന്നു. ഒരു മാസീവ് ആയുള്ള ഒരു ആർമി. എല്ലാവരും ഇത് കെട്ടി ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഈവൻ നമ്മുടെ ജിനു. ആ ഒരു ഓരോരുത്തരും വളരെയധികം മെജസ്റ്റിക് ആയിരുന്നു. പെട്ടെന്നായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് 3 ഡ്രാഗൺസിന്റെ തലയും പുറത്തേക്ക് വരുന്നത്. അത് കൂടാതെ അവിടെ ലീഡർ ആണെന്ന് തോന്നുന്ന ഒരാൾ കൂടെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ഹണ്ടേഴ്സ് ഒക്കെ ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ട് അവിടെ വെപ്പൺസ് ഒക്കെ എടുത്ത് നിൽക്കാൻ നേരത്താണ് ആ ഒരു സൗണ്ട് അവിടേക്ക് വരുന്നത്. ഒരാൾ പോലും അനങ്ങിയില്ല. അവർ പേടിച്ച് കുറച്ച് അവിടെ നിൽക്കുവാണ്. കാര്യം ആ സൗണ്ട് പറഞ്ഞത് അനങ്ങരുതെന്നായിരുന്നു. എന്താണ് അവിടെ സംഭവിക്കണമെന്ന് മനസ്സിലാകാതെ 100 കണക്കിന് ഹണ്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ നടത്തുന്നത് നമ്മുടെ ചെയർമാനും ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ സംഗ്, താങ്കൾ എന്താണ് ചെയ്യുന്നത്? പേടിക്കണ്ട. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ലീഡറിനെ പോലെ ഒരാൾ അവിടേക്ക് പതുക്കെ വരുന്നുണ്ടായിരുന്നു. ഇവൻ എന്താണ് ഈ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഇവൻ എല്ലാവരും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനാണോ? അതത്ര സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് പതുക്കെ ജിന്നു മുമ്പോട്ടും നടക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ ജിന്നുവിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്ന് അടുത്ത സെക്കൻഡിൽ തന്നെ മുട്ട് താഴത്തേക്ക് കുത്തിയിട്ട് പറയുന്നുണ്ട്, ഗ്രീറ്റിംഗ്സ് മൈ കിങ്, ഞാനാണ് ഗ്രാൻഡ് മാർഷൽ ബെലിയൻ. അവിടെ ഉണ്ടായിരുന്ന 1000 കണക്കിന് മോൺസ്റ്റേഴ്സ് എല്ലാം ജിന്നുവിന്റെ ഫ്രണ്ടിൽ തല കുനിച്ച് നിൽക്കുവാണ്. ഈവൻ ആ ഒരു മാസീവ് ആയുള്ള ഡ്രാഗൺസ് വരെ. എന്നിട്ട് ബെലിയൻ പറയുന്നുണ്ട്, ഈ കാണുന്നതൊക്കെ താങ്കളുടെ ഷാഡോ ആർമിയാണ്. അതായത് ആ ഗേറ്റിന്റെ അന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ഈച്ച് ആൻഡ് എവരി മോൺസ്റ്റേഴ്സ് ഷാഡോ ആർമിയാണ്, ജിന്നുവിന്റെ ഷാഡോ ആർമി. ബാക്കിയുള്ളവരൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. നമ്മുടെ തോമസും പറയുന്നുണ്ട്,
നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ കാണുന്നത് തന്നെയാണോ നീ ഇപ്പോഴും കാണുന്നത്? ആണെന്നാണ് എനിക്കും തോന്നുന്നത്. അതിൻ്റെ അകത്ത് ഒരു ബീസ്റ്റിന് ഈ ഹ്യൂമാനിറ്റിന് തന്നെ എന്തിന് ഈ പ്ലാനറ്റിൽ തന്നെ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള പവറുണ്ട്. എന്നാൽ അതുപോലത്തെ 3 എണ്ണമാണ് ഇവിടെയുള്ളത്. സോ ഇതാണല്ലേ യഥാർത്ഥ ഷാഡോ ആർമി, മോണാർക്ക് ഓഫ് ദി ഷാഡോസ് ആഷ്ബോൺ എനിക്ക് വേണ്ടി പോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷാഡോ ആർമി. എന്നിട്ട് ജിന്നു പറയുന്നുണ്ട്, സോ ഇനിയായിരിക്കും യഥാർത്ഥ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഹണ്ടർ അസോസിയേഷൻ ആണ് കാണിക്കുന്നത്. അവിടെ ആയിട്ട് ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് കുറേ പേർ ചോദിക്കുന്നുണ്ട്, ജിൻമു എവിടെയാണ്? പുള്ളിക്കൻ്റെ വേറെ വേർഡ്സ് ബാക്കിയുള്ള എല്ലാവരും തന്നെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാവരും ജിൻമുവിനെ പറ്റിയാണ് തിരക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത് എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കുന്നുണ്ട്. ജിൻമുവിനെ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് വരെ പലരും പറയുന്നുണ്ട്. എനിക്ക് എന്താണ് സംഭവം എന്ന് അറിയാമല്ല. ഇനി ആർക്കെങ്കിലും ഇൻ്റർവ്യൂ എടുക്കണമെങ്കിൽ അവർ നേരിട്ട് പോയി ജിന്നുവിനെ കണ്ടുപിടിക്കണമെന്ന് മര്യാദക്ക് പറഞ്ഞേക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു വലിയൊരു ഗേറ്റിൻ്റെ അകത്ത് ജിന്നുവിൻ്റെ ആർമിയാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ പിന്നെ താങ്കൾ എന്തുവാണ് പറയുന്നത്? അതിൻ്റെ അകത്ത് ബീസ്റ്റ് വന്നാൽ മതിയെന്നാണോ? അങ്ങനെയല്ല, ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കുടുംബവും നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ആയിരക്കണക്കിന് ബീസ്റ്റാണ് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നത്. അവരെ എല്ലാവരും ജിന്നു പുള്ളിക്കൻ്റെ ഷാഡോയെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് അവൻ പ്ലാൻ ചെയ്യുന്നത്? അവനിപ്പോൾ എവിടെയാണുള്ളത്? ഒരു പിടുത്തവുമില്ല. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കാം. പിന്നെ കാണിക്കുന്നത് ഒരു ഐലൻഡാണ്. നമ്മുടെ ടസ്കിൻ്റെ കഴിഞ്ഞത് ജിന്നു ഒന്നിപ്പോൾ ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ്റെ ഷാഡോ ആർമി രണ്ടായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. നമ്മുടെ ബില്ലിൽ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ചിന്തിക്കുന്നത്. ഇങ്ങനൊരു ട്രെയിനിങ് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, കാര്യം അവരാരും തന്നെ ഇവിടെ മരിക്കത്തില്ലല്ലോ. വേറുമായിട്ട് നമ്മുടെ ജിനുവിൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് വന്നിട്ട് പറയുന്നുണ്ട്, മൈക്കിങ് എനിക്ക് ഗ്രാൻഡ് മാർഷലിൻ്റെ പൊസിഷനിലേക്ക് ടെസ്റ്റ് ചെയ്യപ്പെടാൻ കൊള്ളാവുന്നുണ്ട്. എന്ത് ടെസ്റ്റോ? എന്നിട്ട് പേര് നമ്മുടെ ബെല്ലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ കമാൻഡറായുള്ള മാർഷൽ ബെല്ലിനെ ഒരു ഡ്യുവലിന് വേണ്ടി ചലഞ്ച് ചെയ്യുവാണ്. ചലഞ്ചോ? അതും 2 കമാൻഡേഴ്സ് തമ്മിൽ. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ബെറും അതേപോലെ ബെല്ലിനും ഫേസ് ടു ഫേസ് നിൽപ്പുണ്ട്. ബെറും അടക്കിടന്ന് കാറുന്നുണ്ട്. ബെല്ലിനായിട്ട് പുള്ളിക്കിൻ്റെ സോഡ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അത് വളരെ ലോങ് ആയുള്ള സോഡായിരുന്നു. ജിനു പറയുന്നുണ്ട്, സോ ഇവനും ഇഗ്രിസിനെ പോലെ ഒരു വലിയൊരു സോഡാണല്ലോ യൂസ് ചെയ്യുന്നത്. അല്ല, അത് ഇഗ്രിസിനെ പോലെയല്ല, ഇഗ്രിസിനെക്കാളും വലിയൊരു സോഡാണ്. എനിക്ക് തോന്നുന്നു അവൻ സ്പീഡിനെക്കാളും കൂടുതൽ സ്ട്രെങ്ത് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ബെറു അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. നമ്മുടെ ജിനു പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവന് ജയിക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറയാൻ നേരത്ത് തന്നെ പെട്ടെന്ന് ബെല്ലിൻ്റെ സോഡ് ഊരി ഒരു ഉറുമി പോലെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതായിട്ട് നമ്മുടെ ബെറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ബെറുവിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത നിമിഷത്തിൽ തന്നെ പുള്ളിക്കാരൻ്റെ ചുറ്റിനും ആ ഒരു സോഡ് ചെന്ന് നേരെ വലിച്ച് അവനെ മുറുക്കി ബെറുവിന് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്തൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊള്ളാം, ഈ ഒരു ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിച്ചോ. ബെറുവിൻ്റെ എജിലിറ്റിനെ അവൻ എത്ര പെട്ടെന്നാണ് യൂസ്ലെസ് ആക്കി മാറ്റിയത്. സോ ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണല്ലേ അവൻ. എന്തിനേറെ അവൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ ഒട്ടും തന്നെ നിസ്സാരമല്ല. സോ ഇതാണല്ലേ ഒരു ഗ്രാൻഡ് മാർഷൽ. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും അവനെൻ്റെ ഗാർഡ് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ ബെറു ഒരു ചാൻസ് കണ്ടത് നേരെ നമ്മുടെ ബെല്ലിനെ കയറി അറ്റാക്കും ചെയ്യുന്നുണ്ട്. കൊറിയയിലേക്ക് പോയ നമ്മുടെ ലിയു സിംഗ് അങ്ങൊക്കെ ചൈനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, സാർ കുറേയധികം ആൾക്കാർ പറയുന്നത് ബാക്കിയുള്ള കൺട്രീസിനെ താങ്കൾ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. അതായത് കൊറിയനെ സഹായിക്കാൻ പോയില്ലേ, അതുപോലെ തന്നെ താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഏത് മന്ദബുദ്ധിയാണ് അതങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കൊറിയയിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ഇക്കാര്യത്തിൻ്റെ ഡേഞ്ചറസ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നവർ തന്നെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു മതി. ഞാൻ ലിയു സിംഗ് അങ്ങ് എനിക്കധികം കോൺഫിഡൻസ് ഒന്നുമില്ല. സംജിന് മുന്നിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഒന്നുമില്ല. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. അവൻ മാത്രമല്ല അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഞെട്ടിപ്പോയിരുന്നു. കാര്യം അവൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ഗേറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരാൾ പറയുന്നുണ്ട്, സോ അങ്ങനെയാണല്ലേ ഷാഡോ മൊണാർക്ക് അപ്പോൾ നമുക്കെതിരെ തിരിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്നെ അതൊക്കെ നോക്കിക്കോളാം. എന്തായാലും റെസ്റ്റ് മതി. ഇനി എന്തായാലും ഒരു ലോസ് പോലും എനിക്ക് താങ്ങാൻ സാധിക്കത്തില്ല. എൻ്റെ ആർമിയോട് റെഡിയാകാൻ പറഞ്ഞോളൂ. നമ്മൾ എന്തായാലും യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുവാണ്. ഗൈസ്, കുറച്ചധികം എക്സാംസ് ഒക്കെ വരുന്ന മാസങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സാം പ്രിപ്പറേഷനും ബാക്കിയുള്ള ടൈമും പിന്നെ എൻ്റെ ക്ലാസ്സിന് കുറച്ചധികം വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പഴയ പോലെ തന്നെ എത്രത്തോളം വലിയ വീഡിയോസ് എനിക്ക് ഇടാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടാ. എങ്ങനെ പോയാലും ഞാൻ മാക്സിമം ഒരു ദിവസം 2 ചാപ്റ്ററെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കാണണം കേട്ടോ.